അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പട്ടിക പുറത്തിറക്കി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, നാസർ ലത്തീഫ എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിലാണ് മത്സരം. ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മാറ്റുരയ്ക്കുന്നത്. അതേസമയം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സൈഫുനിസ, അത്യന്തം നാടകീയമായ സംഭവവികാസങ്ങൾക്ക് ഒടുവിലാണ് അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞത്. പ്രധാനമായും മത്സരം ദേവനും ശ്വേതാ മേനോനും തമ്മിലാണ്. അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വനിത അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശ്വേതാ മേനോൻ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദേവനും. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം ഒരു വനിതയും ഒപ്പം തന്നെ രവീന്ദ്രനും തമ്മിലാണ്. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. മൊത്തം 13 പത്രികകൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സമർപ്പിച്ചതിൽ 12 പത്രികകളും പിൻവലിച്ചതോടെയാണ് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും ഒപ്പം തന്നെ അനൂപ് ചന്ദ്രനുമാണ് മത്സരിക്കുന്നത്. ഇത് കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേർ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ 4 പേരുടേത് സംവരണ പത്രികയാണ്. സംവരണമാണ്. സ്ത്രീകൾക്ക് 4% സംവരണമുണ്ട്. പക്ഷേ ഇതിൽ 5 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ സീറ്റിലേക്കും ഒപ്പം തന്നെ സംവരണ സീറ്റിലുമുള്ള ഓരോരുത്തർ പുറത്തു പോകേണ്ടി വരും. അടുത്ത 15-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞിരുന്ന ബാബുരാജ് അവസാന നിമിഷം ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. ബാബുരാജിനെതിരെ ലൈംഗിക ആരോപണം അടക്കം ഉണ്ട്. പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കോടതിയിൽ നിൽക്കുകയും ഒക്കെയാണ്. ഈ ഘട്ടത്തിലാണ് ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്ന അമ്മ അംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായത്. അമ്മ അംഗങ്ങൾക്കിടയിൽ നിന്ന് അത്തരമൊരു അഭിപ്രായം ഉണ്ടായതിന് പിന്നാലെയാണ് ബാബുരാജ് ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. കത്ത് നൽകാതെ 2 പത്രികകളിൽ 1 പിൻവലിക്കാതെ 2ഉം തള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ബാബുരാജ് ചെയ്തത്. എന്തായാലും ഏറെ സംഭവവികാസങ്ങൾ ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഓഗസ്റ്റ് 15 വരെ കാത്തിരിക്കണം ഇനി അടുത്ത അമ്മ ഭാരവാഹികൾ ആരാണെന്നറിയാൻ.